നമസ്കാരം. ബിജെപിയുടെ പമ്പലാരി ബ്ലോക്ക് അരിക്കുളം ഡിവിഷൻ സ്ഥാനാർത്ഥിയാണ്. വോട്ടുകൾ നൽകി അനുഗ്രഹിക്കണം, വിജയിപ്പിക്കണം. കാലാകാലങ്ങളായിട്ട് അരിക്കുളം ബ്ലോക്കിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. അരിക്കുളത്തുകാരുടെ ചിരകാല സ്വപ്നമാണ് അരിക്കുളത്തുകാർക്ക് ഒത്തുകൂടാനും കളിക്കാനും ഒരു പൊതുമിടം ഇല്ലാതെ എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, എല്ലാ ആപാലവൃത്തം ജനങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു ഉചിതമായൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് എൻ്റെ പ്രയോറിറ്റി. രണ്ടാമത്തേത്, നിരവധി കുന്നിൻ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ഇപ്പോഴും ബുദ്ധിപ്പെടുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ ഓഞ്ഞിലകൊട്ട് കുന്നുമ്പലിൽ ഇപ്പോഴും ഒരു നടന്നു പോകാനും ഒരു അസുഖമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥയാണത്. ആ ഓഞ്ഞിലോട്ട് കുന്നുമ്പലിലെ ഗതാഗത സൗകര്യമാക്കിയിട്ട് അവിടുത്തെ എല്ലാവർക്കും ഉചിതമായ റോഡ് സംവിധാനം ഉണ്ടാക്കുള്ളൂ. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോടിക്കണക്കിന് രൂപയും നിരവധി പദ്ധതികളും ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട്. അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ കൃത്യമായിട്ട് ആ വികസന പദ്ധതികളെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കും. നമസ്കാരം. ബിജെപിയുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയാണ്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ചെയ്തോട്ടാ, നമസ്കാരം. ഞാൻ 10-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയാണ്. ഈ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക. വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വികസന നാടിന് വേണ്ടി കൊണ്ടുവരും? ഈ നാടിൻ്റെ, ഈ വാർഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി നൽകും. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ആവശ്യം കുട്ടികൾക്ക് കളിക്കാനൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ്. സ്ഥലത്തിന് വേണ്ടി ഉചിതമായ സ്ഥലം കണ്ടെത്തും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അത് മാത്രമല്ല, BJP ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ അരിക്കുളം പഞ്ചായത്തിലെ 10-ാം വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി മെമ്പറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അത് അതേ രൂപത്തിൽ നമ്മുടെ വാർഡിലും നടപ്പിൽ വരുത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ പ്രേമരാജൻ 10-ാം വാർഡിൽ മെമ്പറായി വരണം എന്നുള്ളത് നിർബന്ധമാണ്. സേതേട്ടൻ്റെ വോട്ടും ഈ ഫാമിലിൻ്റെ വോട്ടും താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക.